അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് +2 മലയാളം പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് എഴുത്തകത്തെ പരിചയപ്പെടുകയാണ്. എഴുത്തകം എന്ന യൂണിറ്റിനെ പരിചയപ്പെടുകയാണ്. ഈ എഴുത്തകം എന്നുള്ള യൂണിറ്റിൽ പ്രധാനമായും 4 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ അധ്യായം കണ്ണാടി കാൺമോളവും എഴുത്തച്ഛൻ എഴുതിയൊരു കവിത. പിന്നെ മാജിക്കൽ റിയലിസം ഉപയോഗിച്ച് ഒരു കഥ എഴുതിയൊരു കഥയാണ്. ആ കഥ എഴുതിയ ആളുടെ പേര് എന്താണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. അദ്ദേഹത്തിൻ്റെ ആ കഥ പ്രകാശം ജലം പോലെയാണ് എന്നുള്ള കഥ. മൂന്നാമതായി കടമനിട്ട രാമകൃഷ്ണൻ്റെ കിരാതവൃത്തം എന്ന ഒരു കവിത. നാലാമതായിട്ട് നമുക്കൊരു കഥയാണ് പഠിക്കാനുള്ളത്. അത് അവകാശങ്ങളുടെ പ്രശ്നം എന്നാണ് കഥയുടെ പേര്. പി പത്മരാജനാണ് ആ കഥ എഴുതിയത്. അപ്പോൾ എഴുത്തകം എന്ന യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് 4 അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത്. അതിനോടനുബന്ധിച്ച് ആ അധ്യായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ വിവരണമാണ് ഞാനതിവിടെ വായിക്കാം. മലയാള ഭാഷയിലെയും ഇതര ഭാഷകളിലെയും നാഴികക്കല്ലുകളായ കൃതികളെ സൗന്ദര്യ അന്വേഷണത്തിനും മൂല്യവിചാരത്തിനും ഊന്നൽ നൽകി പരിഭാഷപ്പെടുത്തുന്ന യൂണിറ്റാണ് ഈ എഴുത്തകം. എന്ന് വെച്ചാൽ നമ്മുടെ മലയാള ഭാഷ, ഇതര ഭാഷ, മലയാള ഭാഷയിലെയും അതുപോലെ മറ്റു ഭാഷകളിലെയും പ്രധാനപ്പെട്ട സാഹിത്യ കൃതികളെ കഥകളായാലും കവിതകളായാലും ഇതെല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ പരിചയപ്പെടുന്ന ഈ ആദ്യത്തെ യൂണിറ്റ്, മലയാളത്തിലെ എഴുത്തകം. +2 പഠിക്കാനുള്ള എഴുത്തകം എന്നുള്ള യൂണിറ്റ്. അപ്പോൾ ഈ എഴുത്തകം എന്നുള്ള യൂണിറ്റിൽ നമ്മൾ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനിൽ നിന്നും ആധുനികനായ കടമ്മനിട്ടയിൽ എത്തുമ്പോൾ കാവ്യഭാഷയിലുണ്ടാകുന്ന പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം. പിന്നെ ദൃശ്യഭാഷ സാഹിത്യരചനയുടെ ഭാഷാഘടനയിൽ പ്രവേശിക്കുമ്പോൾ ആഖ്യാന തലത്തിലുണ്ടാകുന്ന ഉണർവ്, ഞാൻ നേരത്തെ പറഞ്ഞു മാജിക്കൽ റിയലിസം എന്ന ആഖ്യാന തന്ത്രം, സാഹിത്യരചനയുടെ ഭാവുക തലത്തിൽ വരുത്തുന്ന മാറ്റം എന്നിവ നമ്മൾ ഈ എഴുത്തകം എന്നുള്ള യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നു. മാതൃഭാഷ ഒരു വ്യക്തിയുടെ ചിന്തയെയും സർഗാത്മകമായ ഉണർവിനെയും പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുന്നത് എങ്ങനെ എന്ന അടിസ്ഥാന ആശയത്തിൽ നിന്നാണ് ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. വസ്തുതകളുടെ സൂക്ഷ്മമായ അപഗ്രഥനത്തിനും നവീനമായ കണ്ടെത്തലുകൾക്കും മാതൃഭാഷാ പഠനം സഹായിക്കുന്നു എന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ECG സുദർശൻ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്ന മുന്നേ ECG സുദർശൻ്റെ ഒരു അനുഭവക്കുറിപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. അപ്പോൾ ആദ്യം ECG സുദർശൻ ആരാണെന്ന് മനസ്സിലാക്കാം നമുക്ക്. കോട്ടയം ജില്ലയിലെ പള്ളത്ത് 1931 അദ്ദേഹം ജനിച്ചത്. മുഴുവൻ പേര് എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്നാണ് മുഴുവൻ പേര്. ഫിസിക്സിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് ഞാനിവിടെ വായിക്കുന്നത്. ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്. പക്ഷേ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാം മാന്ത്രികമാകും. പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങളുണ്ടാകാം എന്ന വലിയ അറിവാണ് അവിടെ നിന്ന് കിട്ടിയത്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം. ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു. ഇപ്പോൾ സ്വന്തം അനുഭവമാണ്. അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇവിടെ നമ്മുടെ കേരളത്തിൽ ആണ് ജനിച്ചത്, പഠിച്ചതും വളർന്നൊക്കെ. എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്.
മലയാളം ക്ലാസ്സുകളായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ പ്രചോദിപ്പിച്ചത്. പല പല പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ പ്രചോദിപ്പിച്ച ഒരു ക്ലാസ്സായിരുന്നു, അല്ല ക്ലാസ്സുകളായിരുന്നു മലയാളം ക്ലാസ്സുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മലയാള മുൻഷിയുടെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത്, അല്ലേ? നമ്മളെ നയിക്കുന്ന ECG സുദർശൻ്റെ അനുഭവക്കുറിപ്പ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. സാഹിത്യത്തിൻ്റെ ഭിന്ന തലങ്ങളിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങൾ ക്ലാസ്സുകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ആ സാഹിത്യത്തിൻ്റെ ഭിന്ന തലങ്ങളിലേക്ക് എത്തുന്ന ആ ക്ലാസ്സുകൾ അദ്ദേഹത്തെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തൻ്റെ അനുഭവക്കുറിപ്പിലൂടെ അവതരിപ്പിച്ചത്. അപ്പോൾ ECG സുദർശൻ്റെ അനുഭവക്കുറിപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നന്നായി വായിക്കുക. അതിലൊരു ചോദ്യമുണ്ട്, പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടെത്തലുകൾക്കും മാതൃഭാഷാ പഠനം എങ്ങനെ സഹായിക്കുന്നു എന്ന് ഇപ്പോൾ ECG സുദർശൻ്റെ അഭിപ്രായം മുൻനിർത്തി ചർച്ച ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പോൾ ECG സുദർശനെ നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് എന്തായിരുന്നു, ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ അനുഭവക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ എഴുത്തകം എന്നുള്ള ആ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പാണ് വായിച്ചത്. ഇനി അടുത്തത് ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്, കണ്ണാടി കാൺമോളവും. കണ്ണാടി കാൺമോളവും എന്ന ഈ കവിത നമ്മൾ പഠിക്കുന്നത് എഴുത്തച്ഛൻ്റെ കവിതയാണ്. നമ്മൾ പഠിക്കുന്ന ഈ കവിത എഴുത്തച്ഛൻ്റെയാണ്. എഴുത്തച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ്, അല്ലേ? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന ചോദ്യത്തിന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ എഴുതുന്ന ഉത്തരമാണ് എന്ത്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം വെട്ടത്തുനാട്ടിലെ തുഞ്ചൻ പറമ്പിലാണ് ജനിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കിളിപ്പാട്ട്, അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മധ്യകാല കവിത്രയം എന്ന കാര്യം. അപ്പോൾ മധ്യകാല കവിത്രയം എന്ന് പറയുമ്പോൾ പെട്ടൊരു കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കൂടാതെ മധ്യകാല കവിത്രയത്തിലെ മറ്റ് 2 കവികളാണ് കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരിയും. അപ്പോൾ വഴിയെ നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെയും ചെറുശ്ശേരിയുടെയും കവിതകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കുക, മധ്യകാല കവിത്രയം എന്ന അറിയപ്പെടുന്ന 3 കവികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി നമ്പൂതിരി. ഇങ്ങനെയാണ് ഈ 3 കവികൾ. ഇനി നമ്മൾ ഈ കണ്ണാടി കാൺമോളവും എന്നുള്ള കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനം കഥ എന്ന് വെച്ചാൽ മഹാഭാരതത്തിലെ സംഭവ പർവ്വത്തിൽ നിന്ന് എടുത്തതാണ് ആ കഥ. അപ്പോൾ സംഭവ പർവ്വത്തിൽ ഉൾപ്പെടുന്ന ആ ശാകുന്തളോപാഖ്യാനം കഥയുടെ മുന്നോടിയായി നമ്മൾ മഹാഭാരതത്തിലെ ശാകുന്തളം കഥ എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ആ കഥയെന്ന് ഞാൻ വായിക്കുകയാണ്, ശ്രദ്ധയോടെ കേൾക്കുക. മൃഗയ വിനോദത്തിൽ തൽപരനായ ദുഷ്യന്തൻ ഒരിക്കൽ മാലിനി തീരത്തുള്ള കണ്വാശ്രമത്തിൽ എത്തിച്ചേരുന്നു. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8ലോ 9ലോ ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. കണ്വാശ്രമവും ശകുന്തളയുടെ ആ 2 തോഴിമാർ അനസൂയയും പ്രിയംവതി. പിന്നെ ശകുന്തളയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വളർത്തുപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മാൻകുട്ടിയുണ്ട്, ദീർഘാപാങ്കൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. ചെറിയ ക്ലാസ്സുകളിലൊക്കെ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ മുന്നത്തെ സിലബസ് പ്രകാരമൊക്കെ ഉണ്ടായിരുന്നു ശാകുന്തളം. അപ്പോൾ ഇവിടെ ദുഷ്യന്തൻ്റെ കഥ മഹാഭാരതത്തിലെ ശാകുന്തള കഥയാണ് പറയണത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും അഭിജ്ഞാന ശാകുന്തളം, കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ കഥയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. അഭിജ്ഞാന ശാകുന്തളം നാടകത്തിൽ നിന്നുള്ള അധ്യായങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നോക്കൂ,
അപ്പോൾ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം കഥയിൽ നിന്നും വ്യത്യസ്തമാണ്. കുറച്ച് വ്യത്യാസം ഉണ്ട് ഏതിന്, മഹാഭാരതത്തിൽ ശാകുന്തള കഥ. പക്ഷെ മഹാഭാരതത്തിലെ ഈ ശാകുന്തളോപാഖ്യാനം കഥയാണ് കാളിദാസൻ എന്ത് ചെയ്തത് അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള പേരിൽ ലോകോത്തര സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു കൃതി, സാഹിത്യ വിഭാഗമായിട്ട് ഒരു നാടകമായിട്ടൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ആ കൃതി രചിക്കുന്നത് കാളിദാസന്റെ കൃതി അഭിജ്ഞാന ശാകുന്തളം. പക്ഷെ നമ്മൾ മഹാഭാരതത്തിലെ ശാകുന്തളം കഥയാണ് ഇവിടെ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ മൃഗവിനോദത്തിൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ദുഷ്യന്തൻ. അദ്ദേഹം ഒരിക്കൽ മാലിന്യ തീരത്തുള്ള ഇവിടെ കണ്വാശ്രമത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ കണ്ണൻ കായകനികൾ ശേഖരിക്കാൻ വനാന്തരത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. കണ്ണു മഹർഷി കണ്വാശ്രമത്തിലാണല്ലോ എത്തിയത്. ആ കണ്വാശ്രമത്തിലെ മഹർഷിയായ കണ്ണു മഹർഷി കായകനികൾ ശേഖരിക്കാൻ വനാന്തരത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കണ്ണന്റെ വളർത്തുപുത്രിയായ ശകുന്തളയാണ് ദുഷ്യന്തനെ സ്വീകരിച്ചത്. രാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് തൻ്റെ ജനന കഥ ശകുന്തള അദ്ദേഹത്തെ ധരിപ്പിക്കുന്നു. ശകുന്തളയെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കാൻ രാജാവ് അഭിലാഷം പ്രകടിപ്പിച്ചു. അഭിലാഷം എന്ന ആഗ്രഹം. അദ്ദേഹത്തിന് തന്നിലുണ്ടാകുന്ന പുത്രനെ രാജാവായി വാഴിക്കാമെങ്കിൽ അക്കാര്യം സമ്മതമാണെന്ന് ശകുന്തള പറയുകയും സമ്മതമൂളിയ ദുഷ്യന്തൻ അവളെ വേൾക്കുകയും ചെയ്തു. ശകുന്തളയെ കൂട്ടിക്കൊണ്ടുപോകാൻ ചതുരംഗപ്പടയെ അയക്കാമെന്ന് പറഞ്ഞ് കശ്യപനെയും നനച്ചുകൊണ്ട് ദുഷ്യന്തൻ ആശ്രമം വിടുന്നു. ആശ്രമത്തിൽ മടങ്ങിയെത്തിയ കണ്ണൻ ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. സംപ്രീതനായി മകളെ അനുഗ്രഹിച്ചു. കൊട്ടാരത്തിലെത്തിയ ദുഷ്യന്തൻ ശകുന്തളയുടെ കഥ മറന്നു. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെയും അയച്ചില്ല. കാലത്തിന്റെ പൂർണ്ണതയിൽ ശകുന്തള ഒരു പുത്രനെ പ്രസവിച്ചു. ചക്രവർത്തി ലക്ഷണങ്ങൾ തികഞ്ഞ ആ പൈതൽ ഒരു ദേവകുമാരനെ പോലെ വളർന്നു. മൃഗരാജാക്കന്മാരെ പോലും ജയിക്കാനുള്ള പ്രഭാവം അവൻ നേടി. ആശ്രമവാസികൾ അവന് സർവദമനൻ എന്ന പേര് നൽകി. അപ്പൊ ശകുന്തളയുടെ മകന്റെ പേര് സർവദമനൻ. അവന് 6 വയസ്സായപ്പോൾ കണ്ണൻ പുത്രസമേതം ശകുന്തളയെ ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. അവൾ രാജാവിനെ പണ്ടു ചെയ്ത വാഗ്ദാനം അനുസ്മരിപ്പിച്ചു. രാജാവ് അക്കാര്യം തിരസ്കരിച്ചെന്നു മാത്രമല്ല, അവളെ കഠിനമായി അപഹസിക്കുകയും ചെയ്തു. ശകുന്തളയുടെ അഭിമാനം വ്രണിതമായി. എന്നുവെച്ചാൽ വ്രണിതമായി എന്നാണ് മുറിപ്പെട്ടു. അഭിമാനം മുറിപ്പെട്ടു. ധർമ്മരോഷം ആളിക്കത്തി. സത്യധർമാദികളെ കുറിച്ച് അവൾ രാജാവിനെ അനുസ്മരിപ്പിച്ചു. അതൊന്നും രാജാവിനെ ചലിപ്പിച്ചില്ല. ശകുന്തള അവിടം വിടാനുറച്ചു. അപ്പോൾ ദുഷ്യന്ത, മകനെ കയ്യേൽക്കുക, ശകുന്തളയെ അപമാനിക്കേണ്ട എന്നൊരശരീരി ഉണ്ടായി. എനിക്കും അറിയാം ഇവൻ എൻ്റെ പുത്രനാണെന്ന്. എന്നാൽ ഞാൻ ഇവളുടെ വാക്കുകേട്ട് ഇവനെ പുത്രനായി എടുത്താൽ ലോകർക്കു ശങ്കയുണ്ടാവും, ഇവൻ ശുദ്ധനാവില്ല എന്നു പ്രഖ്യാപിച്ചിട്ട് ദുഷ്യന്തൻ സഹർഷം പുത്രനെയും ഭാര്യയെയും സ്വീകരിച്ചു. സഹർഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി പുത്രനെയും ഭാര്യയെ അംഗീകരിച്ചു. ഇങ്ങനെയാണ് ശാകുന്തളോപാഖ്യാനം കഥയിലെ ആശയം. എന്നുവെച്ചാൽ മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനം സംഭവ പർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഈ കഥയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ഈ സംഭവം എന്ന് വെച്ചാൽ ദുഷ്യന്തന്റെ അടുത്തേക്ക് ശകുന്തള പുത്രനുമായി വരുന്നതും ദുഷ്യന്തൻ ശകുന്തളയെ അറിയില്ലെന്ന് പറയുന്നതും ശകുന്തള ദുഷ്യന്തനോട് തന്നെ അപമാനിച്ചതിന് പകരമായിട്ട് അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള കണ്ണാടി കാൺമോളവും എന്നുള്ള പാഠഭാഗത്ത് ഉള്ളത്. ഇപ്പോൾ കണ്ണാടി കാൺമോളവും എഴുത്തച്ഛൻ്റെ പാഠഭാഗം അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും ആദ്യം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ദാസ്യം എത്രയും പാരമുണ്ട് നാരികൾക്കെന്നു കേട്ടുകേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവ മുന്നം.
എന്ന് വെച്ചാൽ നാരികൾക്ക്, നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ധാർഷ്ട്യം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ കാണുന്നു ഉള്ള മട്ടിൽ ശകുന്തളയോട് സംസാരിക്കുകയാണ്. കുലടയായ നീ വന്നെന്നോട് കുലീനയെന്ന് അലസാലാപം ചെയ്ത് അഖില മലമലം. ഇതാണ് കുലടയായ നീ വന്നെന്നോട് കുലീനയെന്ന് അലസാലാപം ചെയ്ത് അഖില മലമലം. എന്ന് വെച്ചാൽ കുലടയായ നീ എന്ന് വെച്ചാൽ കെട്ടവളായ നീ ഇവിടെ വന്ന് കുലീനയാണെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അത് നിർത്തുക. അലസാലാപം ചെയ്ത് അഖില മലമലം. അലമലം എന്ന് പറഞ്ഞാൽ മതി മതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇവിടെ അത് നിർത്തുക. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ വന്നു തരുവൻ ഞാൻ നിനക്ക് വേണ്ടുവോളം. സുവർണം എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണം, രത്നം, ആഭരണ വസ്ത്രാദികൾ, ആഭരണം, വസ്ത്രം തുടങ്ങിയവയെല്ലാം ഞാൻ നിനക്ക് വേണ്ടുവോളം തരാം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പോയിക്കൊള്ളണം. പിന്നെ നീ നിനക്ക് പറ്റിയ സ്ഥലത്തേക്ക് പോയിക്കൊള്ളണം. നിന്നിനി കാലം കളഞ്ഞിടായിക വെറുതെ നീ. നിന്നിനി കാലം കളഞ്ഞിടായിക വെറുതെ നീ. ഇനി ഇവിടെ നിന്നിട്ട് കാലം കഴിക്കേണ്ട. നീ നിനക്കൊത്ത സ്ഥലത്തേക്ക് പോവുക. നിനക്ക് ആവശ്യമുള്ള ധനം എന്ന് വെച്ചാൽ സ്വർണം, രത്നം, വസ്ത്രം, ആഭരണം ഇതൊക്കെ ഞാൻ തരാം. നീ നിനക്കൊത്ത ദിക്കിലേക്ക് പോവുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വരികളാണ്. അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ. പരഭൃത എന്ന് പറഞ്ഞാൽ അന്യനാൽ വളർത്തപ്പെട്ടവൾ. അപ്പോൾ കോകിലനാരി എന്ന് പറഞ്ഞാൽ കുയിൽ എന്ത് ചെയ്യുക? കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുക എന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കഥ പഠിച്ചിട്ടില്ലേ. അപ്പോൾ കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുകയും എന്നിട്ട് കാക്ക എന്ത് ചെയ്യാണ്? കുയിൽ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്നുള്ള രീതി വളർത്തിക്കൊണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുക? കുയിൽ പറക്കാനാകുമ്പോൾ അത് പറന്നു പോവുകയും ചെയ്യുന്ന ആണ് കഥ. അതുപോലെ അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പറയണത് കവി. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. എന്ന് വെച്ചാൽ നീ എന്ത് ചെയ്യണം? അന്യനാൽ വളർത്തപ്പെട്ടവളാണ്. കോകില നാരി പോലെ പരഭൃതയാണ്. അതുകൊണ്ട് നീ വേഗം വൈകാതെ സ്ഥലം വിടണം. നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.